രാഷ്ട്രീയക്കാരും തന്നെ ദാർശനികരോ ആദർശത്തിന്റെ അസ്കിതയുള്ളവരോ അല്ല എന്ന് ഇന്ത്യയിൽ ജീവിക്കുന്ന ആർക്കും മനസ്സിലാകും. കേന്ദ്രത്തിൽ BJP അധികാരത്തിലെത്തിയതോടെ ആയാറാം ഗയാറാം രാഷ്ട്രീയക്കാരുടെ പോക്കുവരവിന്റെ ആവൃത്തി കൂടി. ഏത് സംസ്ഥാനമെടുത്താലും ഇതിൽ വ്യത്യാസമൊന്നുമില്ല. ഏതെങ്കിലും തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നേതാക്കളുടെ കൂട്ടയോട്ടമാണ്. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് അങ്ങനെ കേരള രാഷ്ട്രീയത്തിൽ അരങ്ങ് തകർക്കുകയാണ്. കടുത്ത വർഗീയത പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിരുന്ന BJPയുടെ കേരളത്തിലെ അറിയപ്പെടുന്ന നേതാവ് സന്ദീപ് വാര്യർ നിരവധി കാരണങ്ങളാൽ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേക്കേറിയിരിക്കുകയാണ്. വെറുപ്പിന്റെ ഫാക്ടറിയിൽ കിടന്ന് വീർപ്പ് മുട്ടിയ താൻ സ്നേഹത്തിന്റെ കടയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് സന്ദീപ് വാര്യർ പറഞ്ഞത്. BJP നേതാക്കളുമായി ഇടഞ്ഞു നിന്ന സന്ദീപിന് നേരെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടപടി വരുമായിരുന്നു. അതിനു മുമ്പേ പാർട്ടിയിൽ നിന്ന് പുറപ്പെട്ടു പോന്ന സന്ദീപ് ഇടതുപക്ഷത്തേക്ക് ചായുന്നു എന്നായിരുന്നു ആദ്യം വന്ന വാർത്തകൾ. അതിനെ സാധൂകരിച്ചുകൊണ്ട് പല CPM നേതാക്കളും പ്രസ്താവനകളും ഇറക്കി. പക്ഷേ സന്ദീപ് കൈകൊടുത്തത് കോൺഗ്രസിനാണ്. അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സന്ദീപിന് ഒറ്റപ്പാലം സീറ്റ് നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് അന്തരീക്ഷത്തിൽ പടരുന്ന കഥ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ കോൺഗ്രസ് വിട്ട ഡോക്ടർ സരിൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കളം പിടിച്ചത് കോൺഗ്രസിന് ഇത്തിരി ക്ഷീണമുണ്ടാക്കിയിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് സന്ദീപിനെ കിട്ടിയത്. തിരഞ്ഞെടുപ്പിന് 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇത്തരമൊരു ആഘോഷം കോൺഗ്രസ് ക്യാമ്പിൽ ഉണർവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് സന്ദീപ് വാര്യർ വലിയൊരു വിഭാഗം BJPക്കാരുടെ വോട്ട് കോൺഗ്രസിലേക്ക് കൊണ്ടുപോകുമെന്ന് കരുതാനാകില്ല. അതുപോലെ തന്നെ സരിൻ സഖാവ് സരിനാകുമ്പോൾ കോൺഗ്രസ് വോട്ടുകളും മറിയുമെന്ന് കരുതാനാകില്ല. ഉപതിരഞ്ഞെടുപ്പ് ആരവങ്ങൾ ഉടൻ അവസാനിക്കും. ഇന്നലത്തെ മഴയിൽ തളർത്ത തകര പോലെയാണ് ആൾക്കൂട്ട സ്നേഹം. പാർട്ടി വിട്ട് മറ്റു പാർട്ടിയിൽ അഭയം തേടിയവർ മിക്കവരും പിന്നെ അരങ്ങിൽ അപ്രസക്തരാവുന്ന കാഴ്ചയാണ് പതിവ്. എങ്കിലും ബിസ്മാർക്ക് പറഞ്ഞതുപോലെ രാഷ്ട്രീയം എന്നത് സാധ്യതയുടെ കലയാണ്. ഇന്നലെ വരെ പറഞ്ഞതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് മായ്ച്ചു കളയാൻ സാധിക്കുന്ന മാന്ത്രിക കല.